സ്കാബ് ഡിസീസ് ഇതൊരു വ്യാപകമായി കണ്ടുവരുന്ന ഒരു രോഗമാണ്. ഇത് മിക്ക ഫലവൃക്ഷങ്ങളുടെ ഇലകളിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം. മാവ്, പേര, അതുപോലെ തന്നെ പോംഗ്രാനൈറ്റ്, അനാറ്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന ഞാവൽ എന്നീ ഫലവൃക്ഷങ്ങളിലെല്ലാം ഈ രോഗം വ്യാപകമായിട്ട് കാണാം. ഇലകളുടെ മുകളിൽ നിറയെ മുഴകളാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇലകളുടെ മുകളിൽ നിറയെ മുഴകൾ, ചെറിയ ചെറിയ മുഴകൾ, ലീഷൻസ് എന്ന് പറയും, മുഴകൾ. ഈ ലീഷൻസ് ഒരു ഫ്രൂട്ട് ഉണ്ടാകുമ്പോൾ അത് ആ ഫ്രൂട്ടിലേക്കും അതിൻ്റെ ഇപ്പം ഞാവലുണ്ടാകുമ്പോൾ ഞാവലിൻ്റെ മുകളിൽ ഇതേ ലീഷൻസ് ഇങ്ങനെ കാണാം. ചെറിയ ചെറിയ ലീഷൻസ്, കുറച്ച് ഡീപ്പായിട്ടുള്ള ചെറിയ ലീഷൻസ് കാണാം. മാങ്ങയുടെ മുകളിലും കാണാം. ഇതുപോലെ തന്നെ ഒരു ബ്ലാക്ക് സ്പോട്ടുകൾ, കുറച്ച് കുഴിഞ്ഞ ബ്ലാക്ക് സ്പോട്ടുകൾ കാണാം. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മാങ്ങ കഴിക്കാൻ തോന്നില്ല, അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ല. കാരണം അത് നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. ഇതൊരു രോഗമാണ്. ഇത് പ്രധാനമായിട്ട് കണ്ടുവരുന്നത് ഇതിൻ്റെ രോഗഹേതുക്കളായ ഫംഗസ് ഈ മണ്ണിൽ തന്നെയാണ് കാണുന്നത്. ഇത് ഇപ്പോൾ ഞാവലിൻ്റെ ഒരു ഇലയാണ്. ഈ ഞാവലിൻ്റെ ഇല പഴുത്ത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫംഗസ് മണ്ണിൽ ഡോർമെൻ്റായിട്ട് കിടക്കും. അതിൻ്റെ നല്ലൊരു, അതായത് മിക്കവാറും ഒരു ഹ്യൂമിഡിറ്റി കൂടിയിട്ടുള്ള ആപേക്ഷിക സാന്ദ്രത, നമ്മുടെ അന്തരീക്ഷത്തിലെ സാന്ദ്രത, വെള്ളത്തിൻ്റെ സാന്ദ്രത കൂടുമ്പോൾ ഈ ഫംഗസ് ശക്തി പ്രാപിക്കുകയും ഇത് കാറ്റിൽ കൂടെയോ അല്ലാതെ രീതിയിലോ ഇലകളിൽ വന്ന് വീണ് ഈ ഇലകളിൽ ഇതുപോലെയുള്ള ഡിഫോമിറ്റി ഉണ്ടാകും. ഈ ഡിഫോമിറ്റിയാണ് അടുത്ത സ്റ്റെപ്പിൽ പഴങ്ങളിൽ ഇത് വരുന്നത്. പഴങ്ങളുടെ മുകൾ ഭാഗം, മറ്റേ സ്കിന്ന്, അതിൻ്റെ തൊലി മുഴുവൻ വളരെ ഡിഫോമായിട്ട് മാറുകയും ഒരുപാട് വിളനഷ്ടം ഉണ്ടാകുകയും സാധാരണമാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിക്ക ഫലവൃക്ഷങ്ങളിലും കാണുന്ന ഒരു പ്രശ്നമാണ്, ഒരു രോഗമാണ് ഇത്. പക്ഷേ കർഷകർ കാര്യമായിട്ടിത് എടുക്കില്ല. ഇത് വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ മാറും. പക്ഷേ ഇത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫലങ്ങളെ ഇത് വളരെയധികം എഫക്റ്റ് ചെയ്യും. ഇതിനെ കൺട്രോൾ ചെയ്യാണ് നല്ലത്. ഒരു കമേഴ്ഷ്യൽ സ്റ്റൈൽ, ഇപ്പോൾ മാംഗോസ്റ്റിനിലും ഇതുപോലെ കാണാം, റംബുട്ടാൻ, അങ്ങനെയുള്ള ഒരുവിധം എല്ലാ ഫലവൃക്ഷങ്ങളും കാണാം. ഇതിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരുപാട് വിളനഷ്ടം ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനെതിരെ പ്രയോഗിക്കാവുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചെടികളുടെ ചുറ്റും മണ്ണ് നല്ലവണ്ണം ഇളക്കി ആവശ്യമായിട്ടുള്ള കുമ്മായ വസ്തുക്കൾ ഇട്ട് കൊടുക്കുകയാണ് നല്ലത്. മണ്ണിൽ കുമ്മായ വസ്തുക്കൾ കൊടുക്കുക. കുമ്മായ വസ്തുക്കൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഈ ഫംഗൽ ഗ്രോത്തിനെ ഒരുവിധം അറസ്റ്റ് ചെയ്യും. അതിൻ്റെ ആ മൾട്ടിപ്ലിക്കേഷനെ അറസ്റ്റ് ചെയ്യും. കുമ്മായ വസ്തുക്കൾ ഇടുകയാണെങ്കിൽ വേറൊരു ഗുണം കൂടി ഉണ്ട്. മണ്ണിലുള്ള അസിഡിറ്റി കുറയും. ആൽക്കലിനിറ്റി കൂടും. ആൽക്കലിനിറ്റി കൂടുമ്പോൾ കൂടുതൽ ചെടികളിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കും. ആൽക്കലിനിറ്റിയാണ് ചെടികളിൽ കൂടുതൽ ഫലങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം. അപ്പോൾ ഫലങ്ങൾ കൂടുതൽ പുറപ്പെടുവിക്കാൻ കുമ്മായ വസ്തുക്കൾ ഏറ്റവും ആവശ്യമാണ്. ഇത് കൂടാതെ ഇതിനെതിരെ ഫംഗിസൈഡ്, അത് ഏതെങ്കിലും ഒരു നല്ല കുമിൾനാശിനി ഏതെങ്കിലും പറ്റില്ല, കോപ്പർ കണ്ടൻറ്റുള്ള കുമിൾനാശിനികളാണ് ഈ സ്കാബ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗത്തിനെതിരെ ഉപയോഗിക്കുക. അപ്പോൾ കോപ്പർ അടങ്ങിയിട്ടുള്ള ഒരു ഫംഗിസൈഡാണ് കൊസൈഡ് 2000 എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗിസൈഡ്. ഇത് കോപ്പർ ഹൈഡ്രോക്സൈഡ്. ഇത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് സ്പ്രേ ചെയ്യേണ്ടത്. കോപ്പർ ഹൈഡ്രോക്സൈഡ് ഇത് ഡ്യൂപോണ്ട് എന്ന് പറഞ്ഞ ഫോർട്ടേവ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇന്ന് മാവിലെ പ്രധാനമായിട്ട് മറ്റ് രോഗങ്ങൾക്കും ഇത് ഏറ്റവും നല്ലൊരു ഫംഗിസൈഡാണ് കൊസൈഡ് 2000. കൂടാതെ ഗ്രാലിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻറ്റി ഫംഗൽ അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ, ഇത് രണ്ടും കൂടി അടങ്ങിയിട്ടുള്ള ഒരു ഫംഗിസൈഡ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഗ്രാലിസ്, GRALIS, ഗ്രാലിസ്. ഇത് 2 ഗ്രാം
1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്യുന്നതും ഈ രോഗത്തിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ്. ഇതിൻ്റെ ഈ ഗ്രാലിസ് ആയാലും കൊസൈഡ് ആണെങ്കിലും ഞങ്ങളുടെ കാവുങ്ങൽ അഗ്രോടെക് മണ്ണുത്തിയിൽ ഇത് ലഭ്യമാണ്. ആവശ്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടുക.